നടത്തപ്പെട്ട് ഈ പിരിവുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പിരിവ് കൊടുക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ പറയപ്പെട്ട ആ കാര്യങ്ങളൊന്നും ഇവിടെ നടത്തണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നടത്തപ്പെടേണ്ടതാണോ, അത് നടപ്പിലാക്കപ്പെടേണ്ടതാണോ, അതിനു വേണ്ടി പണം ചെലവഴിക്കപ്പെടേണ്ടതാണോ അല്ലേന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കണം. അപ്പൊ ഏതായാലും അതിൻ്റെ ആ തഹയ്യ ആപ്പ് അത് പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മദ്രസകളിൽ നിന്നിട്ടും ഓരോ പള്ളിയിൽ നിന്നിട്ടും ഒക്കെ ബന്ധപ്പെട്ടവർ ഇവിടെ ഈ മദ്രസ പിരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് പിരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുന്നവരുണ്ടാക്കിയ പള്ളി മദ്രസകളൊക്കെയാണ്. അത് മനസ്സിലാക്കണം. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പൊ അതിൽ ഓരോ ഭരണകർത്താക്കളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും. ആ ഭരണകർത്താക്കൾ അതിൻ്റെ യഥാർത്ഥ നിലപാടിൽ കൂടി നിന്ന് പോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ അത് വേണ്ടതുപോലെ അതിൻ്റെ സ്ഥാനത്ത് വേറെ കമ്മിറ്റികൾ കൊണ്ടുവരും. അപ്പം ഉസ്താദന്മാരെ പിന്നെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കുക, ഉസ്താദന്മാരെ എതിരെ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഭീഷണികളായിട്ട് സമസ്തന്റെ പിരിവ് നടത്താൻ പാടില്ല, അതിന് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇവിടുത്തെ പൗരന്മാരല്ലേ, അവർക്ക് ഒരു സംഘടനയിൽ വിശ്വസിക്കാനും ആ സംഘടന അനുസരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഫദ്ദിശന്മാർ അല്ലെങ്കിൽ അതിൻ്റെ മുഅല്ലിമീങ്ങൾ, അതിൻ്റെ മുദരിസന്മാർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുമ്പോൾ അതിനെ തടുക്കാനോ അതിന് വല്ല നിരോധം ഏർപ്പെടുത്താനോ അതിനല്ലെങ്കിൽ വല്ല വേലിയെട്ടാനൊന്നും ഈ കേരളത്തിൽ ആർക്കും അധികാരമില്ല. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ധൈര്യത്തോടു കൂടി എല്ലാവരും പ്രവർത്തിക്കാം. അതാണ് മുഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, മുദരിസന്മാരോട് പറയാനുള്ളത്, ഇവിടുത്തെ കുട്ടികളോട് മുതഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത്, ഉമറാക്കന്മാരോടൊക്കെ പറയാം, എല്ലാവരോടും പറയാനുള്ളതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ അടിസ്ഥാനപരമായ നയങ്ങളിൽ നിന്ന് ഇന്നേ വരെ തെറ്റിയില്ല. ആ നിലക്ക് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതെങ്കിലും വ്യക്തികളെ ആക്ഷേപിക്കുകയും ഏതെങ്കിലും സംഘടനകളെ ആക്ഷേപിക്കൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മേലിൽ വെച്ചു കെട്ടിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ചെറുതാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്നാണ് ഈ അവസരത്തിൽ ഉണർത്താറുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള. അവരിൽ പ്രമുഖരാണ് മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവരോട് ബന്ധപ്പെട്ടതായ പല വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. സമസ്ത കേരള മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമയോട് ബന്ധപ്പെട്ടത് അവര് പണ്ഡിത ലോകത്തെ അതുല്യ പ്രതിഭയായിരുന്നു. ഇതൊരു ഏകകണ്ഠമായി എല്ലാവരും അംഗീകരിക്കപ്പെട്ടതായ ഒരു യാഥാർത്ഥ്യമാണ്. സമസ്ത കേരള ബഹുമാനപ്പെട്ടവരെ പറ്റി പറയുമ്പോൾ അവരുടെ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണെന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മുമ്പ് ചിലർക്കൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു. അവർ വഫാത്തിന് ശേഷവും പലരിൽ നിന്നും നമ്മളൊക്കെ അത് കേട്ടതാണ്. ഞാൻ അങ്ങനെ വലിയ ആളാണെങ്കിൽ തന്നെ അത്ര ഇന്ന് ദർജയിലെത്തിയൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്ന പലരും ഉണ്ടായിരുന്നു. അവരും അവരെ ഈ പാണ്ഡിത്യത്തെ അംഗീകരിച്ചിരുന്നു. അവര് പണ്ഡിത ലോകത്ത് അതുല്യ പ്രതിഭ തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ മഹാന്മാരാവുന്ന വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ അവരുടെ പ്രസംഗം കേട്ട് അവരെ പറ്റി പറഞ്ഞല്ലോ, നിങ്ങളെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മാത്രം പണ്ഡിതനല്ല, ഇത് ലോക പണ്ഡിതനാണെന്നുള്ളത്. അത് ബഹുമാനപ്പെട്ടവരുടെ ആ പ്രസംഗങ്ങളും അവരുടെ കിതാബിയാവുന്ന ബഹസുകളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അവര് പണ്ഡിത ലോകത്തെ അതുല്യ പ്രതിഭയായിരുന്നു. അതിന് എന്നും ആ അതുല്യ പ്രതിഭ എന്ന പേരിന് അവര് അർഹനായി.